ഹേ ഗായ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കും പരമസുഖം തന്നെയാണ്. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ പല വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കല്യാണ താലി എടുത്തത്, കല്യാണ മാല എടുത്തത്, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെ ഒരു പുതിയ വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇനി അധികം നാളുകളില്ല, ഇനി വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ പല പരിപാടികളുണ്ട്. കല്യാണം വിളിച്ചു തുടങ്ങണം, പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തിടാണ്ട്, ഓർഡർ ചെയ്തിടാണ്ട്, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇനി ഓട്ടത്തോടോട്ടമായിരിക്കും. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറച്ച് കുറവാണ്. എന്നാലും വീഡിയോസ് കാത്തിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി. ആൻഡ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം എനിക്കുള്ള ഡ്രസ്സ്, എൻ്റെ വീട്ടുകാർക്കുള്ള, അച്ഛനും അമ്മയ്ക്കും മാളുവിനും ഉള്ള എല്ലാവരുടെയും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. കുർത്തയും മുണ്ടും കൊടുക്കുന്നതിൽ എന്താണ് നിൻ്റെ അഭിപ്രായം വ്യത്യാസം? അതോ ഷർട്ട് എടുക്കണോ? നിൻ്റെ സാരിയാണ്. ഓക്കെ, അച്ഛൻ എന്തിനാണ് ഉദ്ദേശം? അവിടെ ചെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് മുടിയൊക്കെ വെട്ടി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഇപ്പൊ എന്നേക്കാൾ പ്രായം കുറവാണല്ലോ. അയ്യോ, അടുത്ത ആള് എന്തൊരു ചുണ്ടില് ഇല്ലാത്ത കളറൊക്കെ തുടച്ച് കള. നീയാണ് ഇതൊക്കെ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തത് നോക്കിയാണ്. ഞാൻ കൊടുക്കണേല്ല, വരും തുറക്കും എടുക്കും പെരട്ടും തിരിച്ചു വെക്കും. അത് പെരട്ടണേന്ന് ഒരു മയമുണ്ട്. ഞാൻ പോലും ലിബാം മാത്രമേ ഇടുള്ളൂ. ഷമ്മ അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക് എന്നോട് ബ്ലഷ് ആയിട്ട് ഇടും. അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും ഒത്തീസിലെത്തിയിരിക്കുകയാണ്. ആദ്യം ആരാ? നിന്റെ ആണോ മോള്? നിന്റെ തന്നെ കഴിയട്ടെ, അപ്പൊ കുറച്ച് ടെൻഷൻ മാറി കിട്ടും. അതാ പുതിയൊരു ചേച്ചി വരുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചി വരുന്നു. ചോദിച്ചു സാരി, കല്യാണ പെണ്ണിന്റെ സഹോദരിക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല സാരികൾ. എന്താണ് നിന്റെ പ്രിഫറൻസ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ. പിന്നെ പറയാതെയാണ് നീ സാരി എടുക്കാൻ ആർട്ട് വർക്ക് എന്തെങ്കിലും വേണോ? സാരിയിൽ മറ്റേ ഇങ്ങനെയൊക്കെ തച്ചൊക്കെ വയ്ക്കുന്ന ആർട്ട് വർക്ക് ഇല്ലേ? പിന്നെയല്ലേ തയ്ക്കണത്? പിന്നീടാണോ? ആണോ? ചോദിച്ചു നോക്ക്. ആർട്ട് വർക്ക് ഒക്കെ ഉള്ള സാരി കൊള്ളാടി, സൂപ്പർ ഡി. പക്ഷേ ഇത് അല്ല, ക്യാമറയിൽ ബ്ലാക്ക് ആയിട്ടാണ്. എഫക്റ്റ് ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. ബ്ലാക്ക് സാരിയുടെ കളർ കൊള്ളാം, പക്ഷേ ബ്ലൗസുമായിട്ടൊരു, അതാണ് ക്യാമറയിൽ കാണുമ്പോൾ വേറെ കളറായിട്ട്. ബ്ലാക്ക് ഇട്ട് എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു. നല്ല ബ്ലൗസ്. ഇതെന്തൊരു സാരിയാണ്? ടിഷ്യൂ സാരി. ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്ക് നീ. എന്റെ അമ്മച്ചിയെ, ഇതാര്? അത്രയും കാഴ്ചയില്ല എനിക്ക്. ആ ശരി, 1.7 എത്രയുണ്ട് കാഴ്ച? 2 ഞാൻ വെച്ചേ. അതായത് ഇപ്പൊ നീ വിചാരിക്കണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗപ്പെട്ട ആൾക്കാർ പറയും എന്താണ്, ചെറുക്കനും പെണ്ണിനേക്കാൾ നന്നായിട്ട് ഒരുങ്ങി അനിയത്തി നിൽക്കണം. അതുകൊണ്ട് ആ ഒരു അഭിപ്രായത്തെ പേടിച്ചിട്ട് നീ കുറച്ച് കുറഞ്ഞതെടുക്കാൻ നോക്കുന്നു. ഇനി കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എന്താണ്, അല്ല നല്ല ഈ കൊച്ചിന് ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ല. അങ്ങനെ രണ്ടും ചിന്ത എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നീ ഇപ്പൊ നിൽക്കണത്. നീ ഇപ്പൊ തൽക്കാലം അത് നോക്കണ്ട. നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ട അത് നീ എടുക്കണം. ഏതെടുത്തു കഴിഞ്ഞാലും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും. എന്റെ അമ്മച്ചിയെ ഇതെന്തര് അമ്മ സെറ്റപ്പ് ഇതൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഡാൻസ് കളിക്കും. കൊള്ളാം, ചേരണം. ഇത് ചേരുന്നുണ്ട്. കുറച്ചുകൂടെ ക്യാമറയിൽ സെറ്റപ്പ്. എനിക്കെല്ലാം ഓക്കെയാണ്. നിനക്കാണ് ഓക്കെ ആവാത്തത്. കണ്ടോ, നോക്കിയാണ്. ഓക്കെയാണ്, എനിക്ക് ഇട്ടിട്ട് വരണ്ടായിരുന്നു. ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടാണെന്ന് തോന്നിക്കണില്ല. ടോപ്പ് എടുക്കണോ എനിക്കിനി? അല്ല, ഇത് മൊത്തമായിട്ട് എടുക്കാൻ പറ്റുമോ?
ജസ്റ്റ് ഒന്ന് മൊത്തമായിട്ട് വേണമെങ്കിൽ നീ ഒന്ന് എടുത്ത് നോക്ക്. എനിക്ക് എല്ലാം ഓക്കെ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാം കാണുമ്പോഴത്തേക്കും അതുകൊണ്ടെങ്കിൽ ചുരുട്ടി കയറ്റി മേളി പോയി. റയർ സാധനം വേറൊന്നും പറഞ്ഞു പോ, അവിടെ പോകുമ്പോ എല്ലാരും ഇതായിരിക്കും. ആരെങ്കിലും ഈ കടയിൽ നിന്ന് ഈ സാരി വേറെ വിറ്റ് കൊടുക്കാൻ ഇനി ഈ കടയിൽ ആരെങ്കിലും ഈ കളർ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. നിനക്ക് സിംഗിൾ ആയിട്ട് ഇടാം കേട്ടാ. നമ്മളത് റെയർ സാധനമാണ്, വേറെ ആരും ഇടാത്ത സാധനമാണ്. പക്ഷെ എന്റെ അമ്മജിയെ രണ്ടുപേരും സെറ്റപ്പ്. അമ്മ കത്തിച്ച് നിന്നേക്കാളും അമ്മ കത്തി കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, അമ്മ തൂക്കി. അമ്മ മെയിനായി ആള് സൈഡായി പോയില്ലേടേ. അമ്മ മേക്കപ്പും കൂടെ ചെയ്തു വന്നത്. കൈസിന്റെ കുർത്ത നോക്കാൻ പോവുകയാണ്. ഇത് ഷോർട്ട് കുർത്തയാണോ അതോ എത്രയും വരും? എനിക്ക് ജുബയോ കുറച്ചുകൂടെ ലെങ്ത് പറയുന്നു. ഷോർട്ട് കുർത്ത ചേച്ചി ഇത് വെട്ടി കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? അച്ഛ ഇതേപോലെ ഒരെണ്ണെടുത്ത് എന്നാ പിന്നെ അച്ഛനും കൊടുത്തത്. അച്ഛനൊരു കാര്യം, അച്ഛനും കൊടുത്തതിന് ഇതിന്റെ മണ്ടയ്ക്ക് അറിയില്ലേ? ഇല്ല, ഞാൻ ഇട്ടപ്പോ ഒരുമാതിരി നൈറ്റ് പോലെ. ഇതിന്റെ പുറത്ത് കയറി നോക്ക്. എനിക്കിത് ചേരുവോന്നോ, എനിക്കൊരു കോൺഫിഡൻസ് കുറവ്. അച്ഛന് പാർട്ടിക്കിടാൻ പറ്റിയ സാധനം മോദിനെ പോലെ ഉണ്ട്. കറക്റ്റ് ഒരു മോദിജി എഫക്റ്റ്. എന്നില്ല കറക്റ്റ് ആയി ഇതിന്റെ മണ്ടക്കയറുന്നാണ്. ഇന്ന് വരും ഗുപ്തനെ പോലെ ഒരു ഗുപ്തൻ. ഇതിന്റെ ബ്രൗൺ ആയിരുന്നു കറക്റ്റ് ഗുപ്തനായതിന്. കറക്റ്റ് കണ്ട എന്തൊരു സൂപ്പറാണ്. നീ ഉള്ളത് പറയണേ, എനിക്ക് നീ പറഞ്ഞ എനിക്ക് ഇങ്ങനെയല്ലേ കുറച്ച് എന്റെ അടുത്ത് എന്റെ അമ്മച്ചിയെ എന്റെ അമ്മച്ചിയെ കീട്. കൊള്ളൂലെങ്കിലും കൊള്ളാമെങ്കിലും നമ്മള് എന്റെ അമ്മച്ചി എന്ന് പറയണം. അല്ല കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കും. കട്ട് ചെയ്താ എനിക്ക് മോഡൽ അങ്ങ് ഇത് പാന്റിൽ തന്നെ ഇട്ടോണ്ട് പോവാം. എവിടെ ആയാലും എവിടെ ഇട്ടുണ്ടോ? ഇത് ഒരൊറ്റ ദിവസം ഉപയോഗിക്കാം, അതിനുശേഷം ഞാൻ പിന്നെ ഊരി വെക്കേണ്ട സാധനമാണ്. അത് പിന്നെ കളയണം. ഇതൊക്കെ ഇട്ടോണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മറ്റേ പിഷാരടി വന്നോലെ അത് മണ്ടലാകുമ്പോ എന്റെ കൈ പൊക്കറ്റും പോവരുത്, പക്ഷെ ഇറക്കം കുറയണം. ഇത് പഴയ തയ്യല് ഇങ്ങനെയാണ്. അത് പോയിന്റ് ആണ്. അത് പോയിന്റ്. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഇടണയാണ് നല്ലത്. പൊക്കം തോന്നിക്കും ചേട്ടന്. ഇത്ര ഇടുമ്പോ ചേട്ടൻ എന്താ വലിയ ഹൈറ്റ് ഉണ്ടെന്നൊക്കെ തോന്നിക്കും അല്ലേ? തോന്നിക്കണ്ടേ? ഇതിന്റെ ഒരു ഷോട്ടും കൂടെ ജസ്റ്റ് ഉണ്ടാവും ഇതേ സെയിം മോഡൽ. അച്ഛനിവിടെ ജോലിക്ക് കയറിക്കൂടെ? കണ്ട വേക്കൻസി ഉണ്ട്, കേറി. അതായിരിക്കും നല്ലത്. ഇവിടെ കേറാം, അതായിരിക്കും നല്ലത്. പ്ലംബറാണ്, ഇലക്ട്രീഷ്യൻ ആണ്, പിന്നെ തയ്യല്, ഡ്രൈവറാണ്. മെയിൻ ജോലി പറയാൻ മറന്നു. എല്ലാം പണി അറിയാം. അതിനാരും ബാക്കിലോട്ട് മാറ്റി. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത്രയും നേരം എന്തിനായിരുന്നു എന്റെ അടുത്ത്? ഞാൻ തന്നെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ചേച്ചി പറഞ്ഞിരുന്നു. ചേച്ചി ഇത് ഹിന്ദു ഗ്രൂപ്പിന് ചേർന്നിട്ടുള്ള സാധനം തന്നെയല്ലേ? പിന്നെ എന്തൊരു പഞ്ചാബിയാ? അല്ല, ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടുണ്ട്. അല്ല, മുണ്ടും കൂടെ എടുക്കുമ്പോ ചിലപ്പോ കാലിങ്ങനെ ചേർത്ത് വെച്ചാണ് ഒരു മുണ്ട് എഫക്ട്. അല്ല, മുണ്ടിന്റെ എഫക്ട് ഉണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. അതാണ് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണില്ല. നമുക്ക് ഞാൻ ഊരിട്ടില്ല. ഇങ്ങനെയുള്ളത് മൊത്തമൊക്കെ പറയാണ്. ഞാൻ നേരത്തെ സാരി എടുത്തപ്പോൾ ഇതേപോലെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഡയറക്റ്റ് പറയാതെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വേറെ നോക്കാന്ന്. പക്ഷേ എൻ്റെ അമ്മച്ചിയെ സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് കുർത്ത എടുക്കാൻ വന്നിട്ട് അവസാനം അച്ഛന് ഇഷ്ടപ്പെട്ട് മതി. ഒരു കാര്യം അമ്മയ്ക്ക് ഏകദേശം ഒരു സാരി എടുത്ത്, അപ്പൊ അതിന് മാച്ചിന് റിസപ്ഷന് ഈ ഒരു ഇത് തന്നെയല്ലേ ഞാൻ ആ മോദിജി എന്നും പറഞ്ഞ് ഇടാൻ പറഞ്ഞത്. അപ്പൊ കേട്ടില്ല. അതേ സാധനം അതേപോലെ തന്നെ. ഓ മതി. ബില്ലാക്കിയത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സംഭവം ഒരു കാര്യം നോട്ട് ചെയ്താ,
എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ട്. എനിക്ക് അടുത്തിട്ട് സെറ്റ് ആവാത്ത. അതെല്ലാം അച്ഛൻ പാവം ബാക്കിൽ നിന്ന് നിന്റെ കാര്യം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഇല്ലല്ല ഊരാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ. അല്ല ഇതിന് കളർ പാന്റ് നോക്കണ്ടേ? താഴെ ഞാൻ പറഞ്ഞു ഇതിനൊരു പാന്റ് കൂടെ എടുത്ത് ഒരുമിച്ച് ഇട്ട് നോക്ക്. ഇതിലുള്ള ഇതായിരിക്കും എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതെ പിന്നെ ഇതിന് പാന്റും കൂടെ ഇട്. പാന്റ് കൂടെ എടുത്തിട്ട് ഒരുമിച്ച് ഇട്ട് നോക്ക്. അതാണ് നല്ലത്. അവനെ എടുക്കാം. ഇനി അച്ഛനെ കഴിഞ്ഞിട്ട് ചേട്ടനെ നോക്കാം. എനിക്കെടുക്ക എന്നെ നിങ്ങൾ നോക്കണ്ട. നോക്കിയിട്ട് കാര്യമില്ല, കിട്ടണില്ല. ഇത് ഈ ഷർട്ടും ഈ പാന്റാണ്. ഇറക്കം എന്തിരി ഇത് ഫംഗ്ഷൻ ഉള്ളതല്ലേ? സെറ്റപ്പ് സെറ്റപ്പ്. ഓക്കെ അപ്പൊ അത് സെറ്റായി. അത് ശരി, എനിക്കും മുമ്പ് ട്രയൽ നോക്കിയില്ലേ? അതെ അച്ഛൻ എന്തിട്ടാലും ഓക്കെയാണ്. അച്ഛനെല്ലാം പിന്നെയും കിട്ടണം. ഇതിപ്പോ അച്ഛൻ തൂക്കിയല്ലോ. അച്ഛൻ മാത്രല്ല ദേഹിക്കണ ഒരാള്. എന്റേത് അങ്ങനെയുണ്ട്. എന്റെ ഓക്കെയാണോ? അച്ഛൻ ഈ ഗ്യാപ്പിൽ ഓരോന്നൊക്കെ ഇട്ട് അങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ല പിന്നെ ചേട്ടനെ നോക്കി എത്ര നേരം നോക്കി അച്ഛൻ. നിനക്കാണ് ലേറ്റ്. അത് പിന്നെ ചേട്ടന് വേണ്ടിട്ട് വന്ന് ചേട്ടന് സെറ്റായില്ല. അച്ഛൻ എന്തിട്ടാലും അച്ഛൻ ഓക്കെയാണ്. എനിക്ക് ഒന്നാമത് തടിയില്ല, രണ്ടാമത് പൊക്കമില്ല. ഒന്നുമില്ല. ഓ അങ്ങോട്ട് എടുത്തിട്ട് ശരിയാവുന്നില്ല. വേണം എടുക്കാൻ. പറയടി എന്റെ അമ്മച്ചി ഉള്ളത് പറ. കുറച്ചുകൂടെ നല്ലത്. ചേച്ചി പറയൂ. ചേച്ചി എന്താണെന്നും മിണ്ടാതെ. ഇത് ഇഷ്ടപ്പെട്ടു മറ്റേനേക്കാൾ. ഓ അതും കൂടെ നോക്കണമല്ലേ? ഓ അതേത് കളറായിരുന്നു? ടിഷ്യൂ ഗോൾഡ് ഗോൾഡ് പിങ്ക് ഗോൾഡ്. ഗോൾഡ്. നമ്മള് നിന്റെ അഭിപ്രായത്തിൽ ചേട്ടൻ ഇങ്ങനെയുണ്ട്. ചേട്ടൻ ഇഷ്ടപ്പെട്ട ചേട്ടൻ ഏത് ഇട്ടാലും ഇഷ്ടപ്പെടണ്ടേ? എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ വരണ്ടേ? അതിന് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യാമോ? കൊടുക്കാല്ലേ? സത്യം ചേട്ടന് മാത്രമാണ് സെറ്റ് ആവാത്ത, ബാക്കി എല്ലാവർക്കും ആയി. ശരിയാണ്. വല്ല മൈപ്പീലിയ കാവടിയ അങ്ങനെ അത് വേണ്ട, അത് വേണ്ടെന്നില്ല. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞു. ഇത് കസവല്ലേ? വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോ വീഡിയോ ഉള്ളതാണ് എടുക്കാനുള്ള. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് അല്ല ഈ വീഡിയോ ഉള്ളത് ഇടുമ്പോഴാണ് ഭംഗിയുള്ളത്. മുണ്ട് ട്രയലൊന്നും ഇല്ലമ്മ. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. നമ്മള് പെണ്ണുങ്ങൾ ഡെയിലി മുണ്ടല്ല കൊടുക്കണം. നീ എന്തിനാണ് ചോദിച്ചത്? 4 മീറ്റർ ഇല്ല എന്റെ ഷോർട്ട് മുണ്ടുണ്ടോന്നല്ലേ നീ ചോദിച്ചത്? നമുക്ക് എന്റെ അളവൊന്നും അറിഞ്ഞൂടാ. ഒരു സാരിയുടെ അളവ് ചേട്ടൻ അറിയാമോ? സ്റ്റാൻഡേർഡ് 4 മീറ്ററിലാണ് ഡബിൾ മുണ്ട് വരണം. അത് അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ ചേട്ടൻ മനസ്സിലാക്കിയത്. ഞാൻ മുണ്ട് എടുക്കാറില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ ഉടുക്കൂല. ഇതിൽ ഐ തിങ്ക് കുറച്ചുകൂടെ കാണാവുന്ന ഡിസൈൻ ഉള്ള ഇതാണ്. അത് മാറ്റാനാ? അപ്പൊ അത് എടുക്കണം. അത് വേണോന്നാണ് ഉദ്ദേശിച്ചത്. ഇതെടുത്താ പോരെ? ഇത്ര പെട്ടെന്ന് ബില്ല് ആയോ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്ക് ബില്ല് മാത്രമാണ് ഇഷ്ടപ്പെടാത്തത്. അപ്പോഴെപ്പോഴും ബില്ല് കൊണ്ടുപോയി അച്ഛന് പൊക്കി കാണിക്കണേ. രണ്ടെണ്ണം എടുത്തായിരുന്നു. ഇതിലേതാണ് അച്ഛൻ്റെത്? ഇതില് നമ്മളൊരു എടുത്ത അത് അച്ഛൻ്റെ. അച്ഛനും മുണ്ട് ഇതിന്റെ ഇങ്ങനെ ഇരിക്കും. ഓ ഇങ്ങനെ ഇരിക്കും. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടാ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ ചേച്ചി ഇത് പെണ്ണുങ്ങളുടെ മൈൻഡിൽ നിന്ന് ചേച്ചി ഇത് തിങ്ക് ചെയ്തിട്ട് പറയണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാം കൊള്ളാം. ചേച്ചിയുടെ ഇഷ്ടം ഇഷ്ടം പറ. ഇല്ല ചേച്ചിക്ക് എന്തോ ഒരു ഇത്. എന്നാ വേറെ എടുത്ത് ഇതായാലോ? ചേച്ചി നോക്ക്. മേച്ചാണ് രണ്ടും. ആ പാട്ടോടെ ചേരുന്നില്ല. കര കാണുന്നില്ലെന്നും. ഓ അങ്ങനെ ചേച്ചി ഓക്കെ അല്ലേ?
തന്നെ എന്നാലോ ഓക്കെ ആണോ? ഷർട്ട് മാത്രം എല്ലാരും നോക്കുള്ളൂ, മുണ്ട് നോക്കൂല. മുണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ നീണ്ട 5 മണിക്കൂറത്തെ പരിശ്രമമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അല്ലേ? അത് മാത്രല്ല, കടയിലെ ലൈറ്റ് ഓഫ് ആക്കി അവരൊക്കെ പകുതി പേരും പോയി. ഓ, കടയിലെ പകുതി മുക്കാൽ ആൾക്കാരും പോയി കഴിഞ്ഞു. അല്ല, നമ്മൾ വന്നത് ലേറ്റ് ആയിട്ടാണല്ലോ. നമ്മൾ 4 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. രാവിലെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. 5 മണിക്കൂർ നീണ്ട വലിയ ഷോപ്പിംഗ് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. കൈയും കാലൊക്കെ ഒരുമാതിരി കഴപ്പാണ് ഇപ്പൊ. അപ്പൊ എന്റെ കാര്യം നമ്മൾ ഇരുന്നിട്ടില്ലല്ലേ അമ്മ? നീ എന്തോന്നു മറ്റേ CID മ്യൂസിയത്തിൽ ബിന്ദു പണിക്കർ കട കയറിയ ഷോപ്പിംഗ് എന്തൊക്കെ കണ്ട എല്ലാം നിനക്ക് വേണം. എന്നിട്ടെല്ലാം ഞാൻ എടുത്താ, ഞാൻ നോക്കി എന്നെടുത്തില്ലല്ലേ. കല്യാണത്തിന് ഇടേണ്ട ആവശ്യം അത് മാത്രമേ എടുത്തോളൂ, അതിനുള്ളത് മാത്രം, വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതായത് കാണാൻ പറയാ. ഒരു പലാസോ പാന്റ് എക്സ്ട്രാ എടുത്ത്, പിന്നെ 2 പാവാട, 3 എക്സ്ട്രാ എടുത്തോളൂ. ഇതൊക്കെ ഏത് ഗ്യാപ്പില്ല? അയ്യോ, അതിന് പറ്റിയൊരു പാന്റിന് പറ്റിയൊരു ടോപ്പ് അല്ല, 4 എക്സ്ട്രാ എടുത്ത്. അത് അല്ല, കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഇട്ടിട്ട് പോണ്ടേ, അതിന് വേണ്ടിട്ട് എടുത്ത് 4 ബാക്കി എല്ലാം കല്യാണത്തിന് വേണ്ടിട്ടാണ് എടുത്തത്, അല്ല കളിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. പിന്നെ അല്ല, 4 എടുത്തോളൂ, 4 മാത്രം. വെരി ഗുഡ്. അങ്ങനെ ഗൈസ്, 5 മണിക്കൂറത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളിതാ പോത്തീസിനോട് വിട പറയുകയാണ്. ഇനി നേരെ വീട്ടിലേക്കാണ്. ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത്. അപ്പോൾ ഈ കടയിൽ നിന്ന് തന്നെ നമുക്കൊരു സൈൻ ഓഫ് പറയാം. ഓക്കെ, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.